ബാലു പറഞ്ഞ എന്റെ വാക്കുകൾക്ക് കാതിരിക്കാന്ന്, എന്താണ് പറഞ്ഞ കാതോർത്തിരിക്കാന്ന് അല്ലെ? എന്റെ വാക്കുകൾക്ക് കാതോർത്തൊന്നും ഇരിക്കണ്ട. ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ഇപ്പൊ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് നിങ്ങളുടെ വാക്കുകളുമല്ല, നിങ്ങളുടെ പ്രവൃത്തികളാണ് എനിക്ക് ആവശ്യം. നമുക്കറിയാം, അനിവാര്യമായ സമയത്ത് പിറവിയെടുക്കുന്ന ഒരാശയത്തിന് പ്രകൃതിയുടെ അല്ലെ ദൈവത്തിന്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. CSMനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നമുക്കത് ഉണ്ട് അല്ലേ? ഉണ്ടോ? എന്താണേലും വളരെയധികം നിങ്ങളും എക്സൈറ്റഡ് ആണ്, ഞാനും എക്സൈറ്റഡ് ആണ്. വളരെ സന്തോഷം. ഒരു ചെയർ ഉണ്ട് കേട്ടോ, ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ വന്നിരിക്കാം. എന്താ ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ട്. ബാലു തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ചെറുതായിട്ടൊന്ന് പാളിയോ എന്ന് ചോദിച്ചു. കാരണം ബാലുവിന് ഒരു എക്സൈറ്റ്മെന്റ്, എന്താണ് പറയേണ്ടത് എന്ന പോലെ തന്നെ നമുക്കെല്ലാം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, ഇത് 120 ദിവസമായി ഇതിന്റെ ഇന്റീരിയർ വർക്ക് തുടങ്ങിയിട്ട്. 120, ഈ 15-ാം തീയതി ആകുമ്പോൾ 120 ദിവസമായി. അതിനകത്ത് 4 ദിവസം മാത്രമാണ് പണി മുടങ്ങിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും 6, 7, 8 ജോലിക്കാർ ഇവിടെ രാത്രിയും ചില ദിവസം നേരെ വെളുക്കുന്നോടം വരെയൊക്കെ പണിത് ഇന്ന് അത് പിന്നെ ഇനി 1 മാസം കൂടെ നീണ്ടാലും ഇങ്ങനെ തീരും ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നേരെ ഇപ്പോഴും ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽപ്പുണ്ട്. നമ്മളൊരു വീടൊക്കെ പണിയുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണേലും വളരെ സന്തോഷം. കാരണം ഈ ഒരു സന്തോഷത്തിന് എന്താ പറയുക, ഇരട്ടി മധുരമായിട്ട് ഇനി നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മളുടെ തൃശ്ശൂര് നമ്മുടെ ഫാക്ടറിയുടെ ഒരു പ്രവർത്തനം തുടങ്ങാവുന്ന കാര്യങ്ങൾ അതുണ്ട്. അവിടെയും ഇതുപോലെ വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബോഡി ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് അതും അതിന്റെ 2-3 ദിവസങ്ങളിൽ നമ്മുടെ കൈകളിൽ എത്താവുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം ഫ്രാഞ്ചൈസികളിൽ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള. അതോടൊപ്പം നമ്മളുടെ ഗ്രോസറി പ്രോഡക്റ്റുകളെല്ലാം നമ്മളുടെ ഓൺ ബ്രാൻഡിലേക്ക് മാറാനുള്ള പാലാടത്ത് പ്രവിത്താനത്ത് അതിന്റെ കെട്ടിടത്തിന്റെ പണികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത്, സാധാരണ ഡയറക്ട് സെല്ലിങ്ങില് ഭാവി പറഞ്ഞിട്ടാണ് മജോറിറ്റി കമ്പനികളും ആളുകളെ കൂടെ നിർത്തുന്നത്. ഭാവി, ഇനി 5 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഭാവി പറഞ്ഞിട്ടല്ല, നിലവിൽ ഉള്ളത് വെച്ചിട്ട് പറഞ്ഞാലും ഞാൻ ഉറപ്പ് പറയാം, ഈ ഭൂമി മലയാളത്തില് ഇത്രയും സൗകര്യപ്രദമായ, ഇത്രയും റിസൾട്ട് ഓറിയന്റഡ് പ്രോഡക്റ്റ് ആയ, ഇത്രയും നിങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്പനി വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെ ഇനി വരുന്ന പ്രധാന മീൻസ് ഇതിന്റെ തുടക്ക സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളുടെ ഒരു തുടക്കവും ഒരു ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ CSMന് ഗ്രോത്ത് നല്ല ഗ്രോത്ത് റേറ്റ് ആണ് നമ്മളുടെ തുടക്കം. അതിന്റെ കാരണം എന്ന് പറഞ്ഞത് 100% ഈ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് പ്ലാന്റെ പ്രത്യേകതയുണ്ട്, ഡെയിലി പേ ഔട്ട് കിട്ടുന്നതിന്റെ ഒരു ഗുണമുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ കമ്പനിയിലുള്ള ഒരു വിശ്വാസം, ഈ കമ്പനിയോടുള്ള സ്നേഹം, ലീഡർഷിപ്പിന്റെ എല്ലാ ഒരു കൂട്ടരുമയാണ് ഈ കമ്പനിയെ ഇന്ന് ഇത്രയും റിസ്കുകളൊക്കെ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഏക കാര്യം. കാരണം ഇത് വലിയ റിസ്ക് ആണ് അല്ലേ, പൈസ ഇൻവെസ്റ്റ്മെന്റ്. കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ് കേരളത്തിൽ. നമ്മളുടെ പ്രത്യേകത കൊണ്ടാവാം, എന്തു ആകട്ടെ. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇത്രയും ആക്ടിവിറ്റികളല്ല, ഇത്രയും മൂലധനം ഇറക്കിക്കൊണ്ട് നമ്മളൊരു കാര്യത്തിലേക്ക് പോകാനുള്ള കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ കമ്പനിയുള്ള വിശ്വാസം ഞാൻ തിരിച്ചറിഞ്ഞതാണ്. ആ ഒറ്റൊരു വിശ്വാസം കൊണ്ടാണ് ഈ കമ്പനിയെ എന്താ പറയുക ഈ ലെവലിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എനിക്ക് ഇവിടെ വലിയൊരു മോട്ടിവേഷൻ ഒന്നും തരാൻ എനിക്കില്ല. ഞാൻ നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് CSM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരിക, CSM ബിസിനസ് അല്ലെ ഡയറക്ട് സെല്ലിംഗ് നന്നായിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. അത് 100% ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഈ നിമിഷം വരെ അത് ചെയ്യും. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, അത് അവസാന ശ്വാസം വരെ അത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. കാരണം ഈ ഇൻഡസ്ട്രിയിൽ കുറച്ച് നാളത്തെ പരിചയം ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും. ഞാൻ ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് രാജേട്ടനോട് പറയാതെ, രാജേട്ടനും ഈ ഒരു മേഖലയിൽ ഇപ്പം ഇല്ലെങ്കിലും വർഷങ്ങളായിട്ട് പരിചയമൊക്കെ ഉള്ളതാണ്. അദ്ദേഹത്തോട് ഞാൻ പറയാത്, അതായത് ഈ കമ്പനിയിൽ കിട്ടുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും അതിൻ്റെ ഒരു വില പലർക്കും അറിയില്ല.
കാരണം മറ്റൊരു കമ്പനികളിലും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അത് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഏട്ടൻ എന്നോട് ഇങ്ങോട്ട് പറയാതെ ഈ കൊടുക്കുന്ന സംവിധാനങ്ങളൊന്നും ഇവർക്കൊക്കെ ഇതിന്റെ വില അറിയാമോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനും പറഞ്ഞു അറിയാൻ സാധ്യതയില്ല. ഞാനത് പറയുന്നത് സ്വയം പുകഴ്ത്തി പറയുന്നൊന്നുമല്ല. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഓഫീസ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫർണിഷ് ചെയ്യണമെന്ന് നിങ്ങൾ ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. കാരണം ഈ സംവിധാനങ്ങളൊക്കെ മതി ഒരു ബിസിനസ് ചെയ്യാൻ. പക്ഷെ ഇത് കണ്ടറിഞ്ഞങ്ങ് ചെയ്യുകയാണ്. മൈ ഗോഡ്, ജിതേഷ് കുമാർ, താങ്ക് യു. അപ്പോൾ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് CSM ഇവിടെ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. അപ്പൊ കൂടുതലൊന്നും ഞാനായിട്ട് ഇനി ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെർ മന്ത് 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന കുറെ അധികം ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ള തുടക്കത്തിൽ പറഞ്ഞൊരു വാക്കാണ്. അത് നിരവധി ആളുകൾ അതിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റ്, ഇവിടെ ഇരിക്കുന്ന ഈ പറഞ്ഞ പെർ മന്ത് 1 ലക്ഷം രൂപയൊക്കെ മേടിക്കുന്ന ആളുകള് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ആരേക്കാൾ കൂടിയ ആളുകളൊന്നുമല്ല, എല്ലാം സാധാരണ ആളുകളാണ്. അപ്പൊ നിങ്ങളെല്ലാം അതിനും യോഗ്യരാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളുടെ സമയമില്ലാത്തവർക്ക് സമയമുള്ളവരെ കണ്ടുപിടിച്ചുകൊണ്ട്, കഴിവില്ല എന്ന് ധരിക്കുന്നവർക്ക് പോലും കഴിവുള്ളവരെ കണ്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പണമില്ല എന്ന് വിചാരിക്കുന്നു, അല്ലെ പണമില്ലാത്തവർക്ക് പണമുള്ളവരെ കണ്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇല്ലാത്തത് എന്ന് നമ്മൾ ധരിക്കുന്നത് അതുള്ള ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് വിജയിക്കാവുന്ന ലോകത്തിലെ ഒരേ ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പെർ മന്ത് 1 ലക്ഷം രൂപ വരുമാനം എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തു വേണം ഇവിടുന്ന് പോകാൻ എന്ന് മാത്രം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം 2 വർഷം പൂർത്തിയായി നമ്മൾ 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇത്രയൊക്കെ നിങ്ങളുടെ സഹകരണം കൊണ്ടും നിങ്ങളുടെ ഒരു വിശ്വാസം കൊണ്ടും ഈ കമ്പനിക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത ഒരു 2 വർഷം കൊണ്ട് ഇതിന്റെ പല മടങ്ങ്, കാരണം ആദ്യത്തെ ഒരു 2 വർഷമാണ് ഏറ്റവും സ്ട്രഗിളിങ് പീരീഡ് എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ്. അപ്പൊ ആ 2 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത ഒരു 2 വർഷം കൊണ്ട് ഇതിന്റെ പല പല മടങ്ങ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുവഴി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഈ പറയുന്ന പെർ മന്ത് 1 ലക്ഷം രൂപ എന്നുള്ള ഒരു മന്ത്ലി മിനിമം ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ, മിനിമം. കാരണം അതിൻ്റെയൊക്കെ മുകളിൽ വരുമാനം മേടിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരു ദിവസം 30,000 രൂപയൊക്കെ വരുമാനം മേടിക്കുന്ന ആളുകൾ തന്നെ നമ്മുടെ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരാരും നിങ്ങളെക്കാൾ മികച്ചവരായതുകൊണ്ട് ഒന്നുമല്ല, അവരെല്ലാവരും നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ ഉള്ള സാധാരണക്കാരാണ്. അപ്പം സാധാരണ ഒരു ആളിനെ അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് CSMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിങ്ങിന്റെ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ. ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറച്ചുകൂടെ CSMന്റെ ഈ ഓഫീസ് എങ്ങനെ മാറിയോ അതുപോലെ നിങ്ങളും മാറാൻ ശ്രമിക്കണം. അതിന് എല്ലാവിധ സപ്പോർട്ടുകളും കമ്പനിയുടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. കാരണം ഇത് ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു കമ്പനിയാണെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഇതിനിങ്ങനെയൊന്നും വളരാനുള്ള ഒരു സാധ്യതയില്ല. നമ്മുടെ പ്രോഡക്റ്റുകൾ അല്ലേ, കൂടുതലൊന്നും ഞാൻ പറയാനില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞാനത് പല വേദികളിലും പറയുന്നത്, എനിക്ക് പോലും വിശ്വാസം നേരാണോ എന്ന് ഞാൻ ആലോചിക്കും. കാരണം അത്രയും റിസൾട്ടുള്ള പ്രോഡക്റ്റുകൾ, ശരിയാണോ? ഇത് കുറുക്കുമയൊക്കെ 100 കണക്കിന് വിറ്റ ആളുകളൊക്കെ ഇരിക്കണം. എന്താണ്, അത്രയും വിശ്വാസമാണ് അല്ലേ? അതെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പം എല്ലാവർക്കും CSMലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്കൊരു ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു സൂപ്പർ റിച്ച് കാറ്റഗറിയിലേക്ക് നിങ്ങൾ എത്താൻ സാധിക്കട്ടെ. അതിന് ഒരിക്കൽ കൂടി എല്ലാവിധ സപ്പോർട്ടുകളോടും കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ പങ്കെടുത്ത ഇന്നലെ യാത്ര തുടങ്ങിയ ആളുകളുണ്ട് അല്ലേ? ഇന്നിവിടെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നാളെ വരാൻ പോകുന്ന ഒരു നല്ല കാലത്തിന് വേണ്ടിയിട്ട് ആന്ന് വിചാരിക്കുക. അപ്പൊ എല്ലാവർക്കും CSMലൂടെ ഒരിക്കൽ കൂടെ വിജയം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു.